ഒരിക്കൽ കൂടി നമ്മൾ പൊള്ളാച്ചിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം പൊള്ളാച്ചിയിൽ നിങ്ങളെ ഇതിനു മുന്നേ അധികാരം കാണിച്ചു തരാത്ത ഒടയകുളം എന്ന ഗ്രാമത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒടയകുളം പൊള്ളാച്ചിയിലൊരു പഞ്ചായത്ത് കൂടിയാണ്. അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ളൊരു ഗ്രാമമാണ്. ഒരുപാട് വീടുകളുണ്ട് ഈ ഗ്രാമത്തിൽ. അതാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് കേട്ടോ. ആ പഴയ രീതിയിലുള്ള വീടുകളാണ് കൂടുതലും, പരമ്പരാഗത ശൈലിയിലുള്ള വീടുകളാണ് ഈ ഗ്രാമത്തിൽ കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ജനുവരി 14 തമിഴ്നാട്ടിലെ പൊങ്കൽ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നൊരു ദിവസം കൂടിയാണ് കേട്ടോ. ഒടയകുളത്തിലെ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. അപ്പോൾ പൊള്ളാച്ചി ഭാഗത്തു നിന്ന് നിരവധി ബസ്സുകൾ ഇങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. പൊള്ളാച്ചിയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്ററാണ് ഈ ഗ്രാമത്തിലേക്കുള്ള ദൂരം. ഇവിടെ കുറേ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇത് ചെറിയൊരു ഹെൽത്ത് സെൻറ്ററും അതിനോടനുബന്ധിച്ചുള്ള ഓഫീസുകളൊക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് ഈ ക്ഷേത്ര സമുച്ചയം ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തം 4 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. ഈ ക്ഷേത്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ കാണുന്ന ക്ഷേത്രങ്ങൾ ഇവിടെ പണി കഴിപ്പിച്ചത് ഏകദേശം 40 വർഷങ്ങൾക്ക് മുന്നെയാണ്. അതിനൊക്കെ മുന്നേ, അതായത് 400 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നീട് പണിത ക്ഷേത്രങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ മൊത്തം 4 ക്ഷേത്രങ്ങളിൽ മഹാകാളിയമ്മൻ, മാരിയമ്മൻ, ഗണപതി, മുരുകൻ, അങ്ങനെ 4 ക്ഷേത്രങ്ങളാണ്. അതിൽ മുരുക ക്ഷേത്രമാണ് ഏറ്റവും അവസാനമായിട്ട് പണി കഴിപ്പിച്ചത്. അപ്പോൾ അത് പണിതിട്ട് ഏകദേശം ഒരു 15 വർഷം കാലയളവായിട്ടുള്ളൂ. ബാക്കി ക്ഷേത്രങ്ങളെല്ലാം 40 വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ കറക്റ്റ് വ്യക്തമായ കണക്കുകൾ അറിയില്ല. അതിവിടെ വന്ന ഇവിടുത്തെ ആളുകൾ പറഞ്ഞതാണ്. ഇവിടുന്ന് ലഭിച്ച വിവരങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ക്ഷേത്രം ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്താണ് ഇപ്പോഴുള്ള ഈ 4 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ ഒരു ക്ഷേത്രത്തിൻ്റെ ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല കേട്ടോ. അതായത് 400 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളുടെ ഒന്നും തന്നെ ഇവിടെ കാണാനില്ല. അപ്പോൾ ഈ കാണുന്നതാണ് മഹാകാളിയമ്മൻ. അതുപോലെ തന്നെ നേരെ മുന്നിൽ കാണുന്ന ആ ശ്രീകോവിലാണ് മാരിയമ്മൻ ദേവിയുടെ. അപ്പോൾ ഈ 2 ക്ഷേത്രങ്ങൾ ഒരുമിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. അത് നമുക്കിങ്ങനെ ഒരു നടപ്പന്തൽ കാണാം. അതിന് പിറകിലായിട്ടാണ് മുരുകക്ഷേത്രം ഉള്ളത് കേട്ടോ. ആ കാണുന്ന ചെറിയ ക്ഷേത്രം അതാണ് മുരുകനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രമാണ് ഗണപതി ക്ഷേത്രം. ഈ കോവിലിൻ്റെ പിന്നിലായിട്ട് വലിയൊരു ക്ഷേത്രക്കുളം നമുക്ക് കാണാം കേട്ടോ. വലിയൊരു ക്ഷേത്രക്കുളം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ചരിത്രമൊന്നും അറിയില്ല കേട്ടോ. അതങ്ങനെ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതായിട്ട് അറിയാനും സാധിച്ചില്ല. എങ്കിൽ കൂടിയും ഈ ഗ്രാമത്തിലുള്ളവരോട് സംസാരിച്ച് അവരുടെ പക്കൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താമസമൊക്കെ ആരംഭിക്കുന്നത് അവരുടെ പൂർവികരായിട്ട് ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആദ്യം ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിക്കുന്നത് 400 വർഷങ്ങൾക്ക് മുൻപല്ലേ. അപ്പോൾ അതിന് മുന്നേ ഇവിടെ താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഗ്രാമത്തിൽ കാണുന്ന വീടുകൾ, ആ വീടുകളിൽ ഏറ്റവും പഴക്കം ചെന്ന വീടുകൾ ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ് പണിതിട്ടുള്ള വീടുകളാണ്. ഒരുപാട് വീടുകൾ നമുക്ക് കാണാം. അതായത് പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ചേക്കുന്ന വീടുകളാണ് ഏറ്റവും കൂടുതൽ ഈ ഗ്രാമത്തിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് കേട്ടോ. ആ 100 വർഷങ്ങൾക്ക് മുമ്പുള്ള വീടുകളുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ 60-70 വർഷങ്ങളുടെ ആ ഒരു ഗ്യാപ്പിൽ നിർമ്മിച്ച വീടുകളും പിൽക്കാലത്ത് നിർമ്മിച്ച പുതിയ രീതിയിലുള്ള വീടുകളും കാണാം. അതങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യം എന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് പറയുകയാണെന്നുള്ള പഴയ രീതിയിലുള്ള വീടുകൾ, പല വലുപ്പത്തിലുള്ള വീടുകൾ, പല ആകൃതിയിലുള്ള വീടുകൾ, പല വർണ്ണങ്ങൾ പൂശിയ വീടുകൾ. പല വർണ്ണങ്ങൾ പൂശിയ വീടുകൾ വളരെ കുറവാണ്. കൂടുതലും എന്താ പറയുക, ഒരു വെള്ള കളർ, ഇങ്ങനെ കുമ്മായം പൂച്ചി അടിച്ച പോലെയുള്ള കാണുന്ന രീതിയിൽ നമ്മൾ കോമൺ ആയിട്ട് തമിഴ് ഗ്രാമങ്ങളിൽ കാണുന്ന രീതിയിലുള്ള വീടുകളാണ് ഈ ഗ്രാമത്തിൽ കൂടുതലുള്ള കേട്ടോ. അതുപോലെ ഇന്ന് ഈ പൊങ്കലിനോടനുബന്ധിച്ച് തന്നെ ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള റോഡാണെന്നുണ്ടെങ്കിലും വീടിൻ്റെ പരിസരമാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ പൊങ്കലായിട്ട് തന്നെ എല്ലാ വീടിൻ്റെ മുന്നിൽ തന്നെ ചാണകം മെഴുകി കോലമൊക്കെ വരച്ച് അങ്ങനെയാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെയുള്ള 4 ദിവസങ്ങളെന്ന് പറയുന്നത് ഇവർക്ക് ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്. അതായത് പൊങ്കലെന്ന് പറയുമ്പോൾ ഓണത്തിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടുകാർക്ക് പൊങ്കലെന്ന് പറയുന്നത്. ഈ ഗ്രാമത്തിൻ്റെ നടുക്കോടെ ഒരു മെയിൻ റോഡ് കടന്നു പോകുന്നുണ്ട്. അത് പൊള്ളാച്ചി ഭാഗത്തേക്കും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ തമിഴ്നാട് കേരള അതിർത്തി ഗ്രാമമായിട്ടുള്ള ചെമ്മനാമ്പതി ഭാഗത്തേക്കുമാണ്. അതുപോലെ തന്നെ ഈ മെയിൻ റോഡിനെ കണക്ട് ചെയ്തുകൊണ്ട് ധാരാളം ചെറിയ ചെറിയ റോഡുകൾ നമുക്ക് കാണാം. അതിലൊരു പ്രധാന റോഡെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം ആനമല ഭാഗത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ ഈ മെയിൻ റോഡിൽ നിന്ന്, അതായത് ഒടയകുളത്ത് നിന്ന് നേരെ അല്പദൂരം ചെന്ന് കഴിഞ്ഞാൽ അടുത്ത ഗ്രാമമായി വേട്ടയ്ക്കാരൻ പുത്തൂർ. അതുപോലെ തന്നെ കാണുന്ന ചെറിയ ചെറിയ റോഡുകൾ ഈ ഗ്രാമത്തിലെ വീടുകളായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മെയിൻ റോഡിൻ്റെ 2 വശങ്ങളിലുമായിട്ട് ധാരാളം വീടുകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ആ വീടുകളോട് ചേർന്ന് കുറച്ച് കടകളും നമുക്ക് കാണാം കേട്ടോ. വീടും കടകളൊക്കെ ആയിട്ട് ആണ് കൂടുതലും കടകളൊക്കെ വരുന്നത്. അതായത് ഒരു കടയുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് അതിൻ്റെ മേലത്തെ നില ചിലപ്പം വീടായിരിക്കും, അല്ലെങ്കിൽ ആ കടയുടെ പുറകിൽ വീടായിരിക്കും. ചുരുങ്ങിയത് 500ഓളം വീടുകൾ ഈ ഒടയകുളത്തിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്രാമീണരൊക്കെ ജീവിക്കുന്നത് കൃഷി ചെയ്തും അതുപോലെ തന്നെ കാലി വളർത്തിയും അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടും പിന്നെ കടകളൊക്കെ നടത്തിയും കച്ചവടങ്ങൾ ചെയ്തും അതുപോലെ തന്നെ ചെറിയ ജോലികളൊക്കെ ചെയ്ത്, അതിൽ പ്രധാനമായിട്ടും തെങ്ങും തോട്ടങ്ങളിൽ വിവിധ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവർ. അപ്പോൾ പൊള്ളാച്ചിയിൽ നിന്ന് വന്നൊരു ബസ്സാണ് ഇവിടെ പൊങ്കലിനോടനുബന്ധിച്ച് ചെയ്തിട്ടുണ്ടല്ലേ കരിമ്പൊക്കെ കെട്ടി വെച്ചേക്കുന്നത്.
അതുപോലെ ഇവിടെ മാവിൻ്റെ ഇലയും അത് ആവാരം പൂവിൽ ആവാരം പൂ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ട് ആവാരം പൂവും അതുപോലെ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ കൂടി അലങ്കരിക്കുന്ന കണ്ടില്ല. ഓ നാളെ പൊങ്കൽ നാളെ അല്ലേ? ഇന്ന് പൊങ്കലിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങളുണ്ടോ? ആദ്യം ഇതാണ് ഇത് കാപ്പുകെട്ട് എന്നാണ് ഇത് പറയുന്നത് അല്ലേ? കാപ്പുകെട്ട് അത് വീടുകളിലൊക്കെ ഇങ്ങനെ ചെയ്യുമോ? അത്ര സ്ഥലങ്ങൾ ബിസിനസ് സ്ഥലങ്ങൾ അങ്ങാടി വാഹനങ്ങൾ എല്ലാത്തിലും ചെയ്യും. ഈ പൊങ്കൽ മൊത്തം 4 ദിവസമല്ലേ? 4 ദിവസം ആഘോഷിക്കും അല്ലേ? അപ്പം നാളെയാണ് പ്രധാന ദിവസം. ഓക്കെ. അപ്പോൾ പൊങ്കൽ ആശംസകൾ അത് പറയാൻ പറഞ്ഞു. ഹാപ്പി പൊങ്കൽ. ഞാൻ പൊങ്കൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാണ് ഇങ്ങനെ പ്രധാനമായിട്ട് വന്നത്. അപ്പോൾ പറഞ്ഞു നാളെയാണ് പ്രധാന ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലൊക്കെ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ള ഷിനിലുണ്ട്. പക്ഷെ നല്ല പണി രാവിലെ തന്നെ കിട്ടിയിട്ടോ, പണി ഏറ്റു വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഷിനിൽ ബുള്ളറ്റിനാണ് വന്നത് കേട്ടോ. പണി കിട്ടി. എന്താ ശരിക്കും സംഭവിച്ചെന്താ? ഓക്കെ നിസ്സാര പ്രശ്നമല്ലോ കേട്ടോ, ഓവർഫ്ലോ ആയതാ. പരിഹരിക്കാം, വലിയ ഇഷ്യൂ ഒന്നുമല്ല അത്. അല്ല ടൈം എടുക്കും, ഇച്ചിരി ടൈം എടുക്കും, പെട്ടെന്നാവില്ല. അപ്പോൾ ഇവിടെ ഒരു മലയാളി ചേട്ടൻ ചട്ടിയും കലമൊക്കെ വിൽക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ചേട്ടൻ്റെ വീട് എവിടെയാ? കരിങ്കുളം. കരിങ്കുളം എവിടെയാ? എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ മുതലമട ഭാഗത്തു നിന്ന് നെന്മാറ. ഓക്കെ. അപ്പോൾ അവിടുന്ന് ഇതൊക്കെ ചേട്ടൻ തന്നെ ഉണ്ടാക്കുന്നതാണോ? അതെ അല്ലേ? അപ്പോൾ ഇതാണോ ജോലി? ഇവിടെ ഏതൊക്കെ റൂട്ടാണ് പോകുന്നത്? അതെ അല്ലേ? ഇവിടെയൊക്കെ കച്ചവടം ഉണ്ടോ? അപ്പോൾ ചേട്ടൻ്റെ വണ്ടിയിൽ നോക്കി ചട്ടി, മീൻചട്ടി അല്ലേ? മീൻചട്ടിയും ചെറിയ ഈ പൊങ്കലായതുകൊണ്ട് നല്ല കച്ചവടം ഉണ്ടല്ലേ പൊങ്കൽ ഉണ്ടാക്കാനായിട്ട്. പൊങ്കലിനോടനുബന്ധിച്ച് ഇവിടെ വീടുകളും അതുപോലെ മുറ്റവും ഈ വഴികളൊക്കെ വൃത്തിയാക്കുന്ന ജോലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആരംഭിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം അപ്പോൾ അതിനാണ് പ്രാധാന്യം, ഈ വൃത്തിയാക്കലാണ്. ഇപ്പോൾ നോക്കി ഈ വഴിയിലൊക്കെ നോക്കി ചാണകമൊക്കെ മെഴുകി കണ്ടോ, ആദ്യം അടിച്ചു വാരി കഴുകിയതിന് ശേഷം ചാണകമൊക്കെ മെഴുകി ഇട്ടേക്കുന്നുണ്ടല്ലേ. അപ്പം ഇത് ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഒരു പടിപ്പുര പോലെ ഞാൻ ചോദിച്ചിട്ടാണ് കയറുന്നത്. അവിടെയൊക്കെ മുറ്റമൊക്കെ നമുക്ക് കാണാം, വളരെ വൃത്തിയായിട്ട് ചാണകമൊക്കെ മെഴുകി ആണ് സൂക്ഷിച്ചേക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു 4 കെട്ടോ അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ. ഇങ്ങനെ ഒരു നടുമുറ്റമുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്കിത് ഇങ്ങനെ ഒരു ഇടനാഴി നമുക്ക് കാണാം. അതിൻ്റെ ഇരു വശത്തായിട്ടാണ്. ഇത് ഒരാളുടെ വീടാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു 2 ഭാഗത്താണ് മുറികളൊക്കെ വരുന്നത്. ഇതിന് 100 വർഷം മുകളിൽ പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. 100 വർഷം ആച്ചേ. കണ്ടോ, അത് വലിയൊരു വീട്. അത് ഒരാളുടെ വീട്, ഒരാളുടെ അല്ലേ? ഒരാളുടെ വീടാണ് കേട്ടോ ഈ കാണുന്നത്. ആ വീട് അങ്ങനെ കടന്നു ചെന്ന് വെളിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും അവിടെ ആയിട്ട് നമുക്ക് ഈ ചകിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനായിട്ടുള്ളൊരു ഷെഡ് കാണാം. ഇവിടെയായിട്ടൊരു കിണർ കാണാം. അതുപോലെ തന്നെ അവിടെ ബാത്റൂമൊക്കെ പുറത്താണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് ബാത്റൂം കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ മേളിലേക്ക് ടെറസിലേക്ക് കയറാനായിട്ട് സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയുള്ളൊരു വീടാണ് കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള വീടുകളൊക്കെ ആയിട്ട് ചെറിയൊരു സാമ്യമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഒരാളുടെ വീടാണ്. അപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണേ, നല്ല തണുപ്പും. അവിടെ ഒരു പാട്ടി അവിടെ വിശ്രമിക്കുന്നുണ്ട്. വീടിൻ്റെ അകമൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമുക്ക് ഭിത്തിയിലൊക്കെ ധാരാളം ഫോട്ടോകളൊക്കെ കാണാം. കൃഷ്ണൻ്റെയും അതുപോലെ സരസ്വതിയുടെയും അങ്ങനെയുള്ള ഫോട്ടോകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മച്ചാണ് ഈ വീട്ടിലുള്ളത്. മച്ചും അതുപോലെ താഴെ നല്ല കൂളിങ്ങാണ് കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെയുള്ള വീടുകളും പിന്നെ ചെറിയ ഓട് മേഞ്ഞ വീടുകളൊക്കെ കാണാം കേട്ടോ. ഇത് കണ്ടില്ലേ? അതുപോലെ താമസം ഇല്ലാതെ കിടക്കുന്ന കുറേ വീടുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഈ ഗ്രാമത്തിൽ. ഇതൊക്കെ താമസം ഇല്ലാതെ കിടക്കുന്ന വീടുകളാണ്. ഇത് നോക്കി, ഒരു ചെറിയ വീട് നമുക്കിവിടെ കാണാം. അതിൻ്റെ പുറകിലായിട്ട് പുതിയ കാലത്ത് പണിത പാർക്ക് വീടും കാണാം. കണ്ടോ, എല്ലാം അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കരട് പോലും ഈ വഴിയില്ല കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കേരള ശൈലിയോട് വളരെ സാമ്യം തോന്നുന്നൊരു വീടാണ് ആ കാണുന്നത് കേട്ടോ. കണ്ടില്ലേ? നമ്മുടെ നാട്ടിലെ പഴയ വീടുകൾ, എന്താ പറയുക, ഓടും മച്ചൊക്കെയുള്ള വീടില്ല, തറവാട് വീടുകൾ. അപ്പോൾ അതിനോട് ഏറെ സാമ്യമുണ്ട് കേട്ടോ. ആ വീട് നിർമ്മിച്ച വർഷം അവിടെ സിമെൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1953 നിർമ്മിച്ച വീടാണ്. വീടിൻ്റെ മുറ്റത്ത് ചെറിയൊരു പൂന്തോട്ടമുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ മുറ്റമൊക്കെ ചാണകമൊക്കെ മെഴുകി
വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഗ്രാമത്തിലെ ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ വളരെ ബെറ്റർ ആണെന്ന് തന്നെ പറയണം. ഇത് കണ്ടില്ലേ, ഈ ഓടയിലൊക്കെയാണെന്നെങ്കിലും അങ്ങനെ അഴുക്കുവെള്ളമൊന്നും കെട്ടിക്കിടക്കണില്ല. അതൊക്കെ കറക്റ്റായിട്ട് ഒഴുകിപ്പോകാനുള്ള രീതിയിലാണ് നിർമ്മിച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ അഴുക്ക് ചാലുകളൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ കണ്ട വീടുകളുടെ കൂട്ടത്തിൽ ഇത് ഇങ്ങനെയും ചില വീടുകൾ കാണാം കേട്ടോ. ഇതൊക്കെ താമസമില്ലാതെ അങ്ങനെ ഉപേക്ഷിച്ച നിലയിലുള്ള വീടുകളാണ്. അത്തരത്തിൽ 2 വീടുകൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ടിൽ കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു മതിലൊക്കെ ഉണ്ടായിരുന്നു. ആ മതിലൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഭിത്തി നോക്കി, പ്ലാസ്റ്ററിങ് എല്ലാം അടന്നു പോയിട്ട് അതിൻ്റെ ഭിത്തിയൊക്കെ കല്ലും മണ്ണൊക്കെ വെച്ചിട്ടാണ് നിർമ്മിച്ചേക്കുന്നത് കേട്ടോ. കാലപ്പഴക്കം ചെന്നുകൊണ്ട് ഉപേക്ഷിച്ചതാവാം. അത്തരത്തിൽ 2 വീടുകളാണ് ഈ കോമ്പൗണ്ടിൽ. 2 വീട്ടിലും താമസമില്ല കേട്ടോ. മുറ്റമൊക്കെ അങ്ങനെ മൊത്തം പുല്ല് കയറി കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോട്ടോയൊക്കെ കാണാം കേട്ടോ നമുക്ക്. അതൊക്കെ ഒത്തിരി വർഷം പഴക്കമുണ്ട്. ഇത് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. അതിൻ്റെ വാതിലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അത് മരം കൊണ്ട് നിർമ്മിച്ചേക്കുന്നത്, പൂർണ്ണമായിട്ടും മരം കൊണ്ട് നിർമ്മിച്ചേക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാതിലാണ് കേട്ടോ. അതിങ്ങനെ ഒരു ചങ്ങല ഉപയോഗിച്ച് പൂട്ടിയിട്ടുണ്ട്. അതുപോലെ കണ്ടോ, ആ ഡോറിലൊക്കെ ചെയ്തേക്കുന്ന സങ്കീർണമായിട്ടുള്ള കൊത്തുപണികൾ കണ്ടോ. പൂക്കളുടെയൊക്കെ ഡിസൈൻ കൊത്തുപണി ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലേ. എൻ്റെ സൈഡിലും ഇവിടെ കാണാം. ഇത് ഇവിടെയൊക്കെ ഉണ്ട്, അതുപോലെ മുകളിൽ നോക്കി പക്ഷികളുടെയും അതുപോലെ തത്തയുടെ, ആനയുടെയൊക്കെ രൂപങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വാതിൽ നമുക്ക് ഇവിടെ കാണാം. അധികം ഉയരമൊന്നുമില്ല കേട്ടോ. ഒരു 6 അടി ഹൈറ്റുള്ള ഒരാൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തല മുട്ടും. അങ്ങനെ ഇവിടെ ഇങ്ങനെ പലക നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓട് വിരിച്ചേക്കുകയാണ്. അതുപോലെ ഒരു വാതിൽ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ഈ പറഞ്ഞ പോലെ കൊത്തുപണികളൊക്കെ ചെയ്തേക്കുന്ന ഡോറും കട്ടിലേക്കാണ് ഈ കാണുന്നത്. ചെതലെടുത്തിട്ടുണ്ട്. എല്ലാം അങ്ങനെ നശിച്ച് കെട്ടി കിടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും തലയിൽ വീഴാം. മൊത്തം ചെതലെടുത്താണ് ഇരിക്കുന്നത്. തൂണുകളൊക്കെ നോക്കി, അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ കൊത്തുപണികൾ കാണാൻ സാധിക്കും. അപ്പം ഈ വീടിനോട് ഏകദേശം സാദൃശ്യം തോന്നുന്ന മറ്റൊരു വീടാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഡോറൊക്കെ തുറന്നു കിടക്കുകയാണല്ലോ. ഇത് കണ്ടില്ലേ, ഡോറൊക്കെ ഞാൻ തുറന്നിട്ടേക്കുവാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ഉള്ള കൊത്തുപണികളുണ്ട്. ഇങ്ങനെ ഒരു ഹാള് കാണാം കേട്ടോ. ആ ഒരു പഴകിയ മണം നല്ലപോലെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. അവിടെ ഒരു അലമാരി കാണാം. ചെറിയൊരു കിളിവാതിലുണ്ട്. പിന്നെ ഇതൊരു മേശയുടെയൊക്കെ ഭാഗങ്ങളാണ് ആ കാണുന്നത്. കണ്ടില്ലേ. പിന്നെ ഈ കാണുന്നത് മിക്കവാറും അടുക്കളയായിരിക്കും. ഇവിടെ നമുക്ക് ധൈര്യത്തിൽ കയറിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീടുകൾ, അതായത് താമസമില്ലാത്ത അധികം വീടുകളൊന്നും ഈ ഗ്രാമത്തിലില്ല കേട്ടോ. വളരെ ചുരുക്കം ഈ കണ്ട പോലെയുള്ള വീടുകളൊക്കെ മാത്രമാണ് താമസമില്ലാതെ കിടക്കുന്നത്. കൽപ്പൂരം ചൂടും ഇത് തന്നെ. കർപ്പൂരം. ഇത് കേരളാവിൽ നിന്ന് ഇത് അവർ കൊണ്ടുവരും. 1 കിലോ 1/2 കിലോ കൊണ്ടിട്ട് വന്ന് പാക്കറ്റ് കൊടുത്തിട്ട് പോകും. അപ്പം ആൻറ്റി കേരളത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഈ കടയിലേക്ക് എടുക്കുന്നുണ്ട്. അതിൽ ഈ കർപ്പൂരം ഉണ്ട്. പിന്നെ സോപ്പ് കാണിച്ചു തന്നായിരുന്നു. സോപ്പങ്ങ് അതല്ലേ. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ട് കൊടുക്കുന്നതാണ്. നൈറ്റിയൊക്കെ മേടിച്ചിട്ട് വന്ന് വിൽക്കുന്നതാണ്. കേരള പോയതാണ്. ഇത് അവിടെ വന്ന് മേടിച്ചിട്ട് വന്നതാണ്. ഇതൊക്കെ കേരള നൈറ്റി തന്നെ. നോക്കണ്ട, ഞാൻ ഗുരുവായൂരിൽ പോയി മേടിച്ചിട്ട് വന്നതാണ്. കൊടുവായൂര് അവിടെ പോയ ഇതൊക്കെ കിട്ടും. നൈറ്റി അല്ല അല്ലേ? അവിടെ മേടിച്ചിട്ട് വന്നതാണ്. നിങ്ങൾ പോയി എടുക്കുക അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി തന്നെ എടുത്തിട്ട് വരും. അവിടെ പോയ ബസ്സുണ്ട്. ശുങ്കാരത്തുക്ക് പോയി അവിടെ പോയ ബസ്സുണ്ട്. 7:30 മണിക്ക് ഇருக்கு. 10:30 മണിക്ക് പോയിട്ട് മേടിച്ചിട്ട് ബസ്സിൽ ഏറ്റിട്ട് വരും. നൈറ്റി കൊടുവായൂര് അവിടെ നിന്ന് കൊണ്ടിരുന്ന കേട്ടോ. സോപ്പ് 2-3 കളറിലുള്ളതുണ്ട്. 3 കളർ. ഇതിന് എത്രയാ സോപ്പ്? എത്രയാ? ഇത് 1 5 രൂപ. എന്നാ 3 എണ്ണം എടുത്തോ. എടുത്തോ. ഇത് 3 കളറാണ് ഉള്ളത് അല്ലേ? എന്നാ ഒരു ചിന്ന കവർ, ഒരു പേപ്പർ മതി. പേപ്പർ മതി. പേപ്പർ മതിയേക്കാം. പേപ്പർ മതി. പ്ലാസ്റ്റിക് വേണ്ട, പേപ്പർ മതി. അപ്പം ഇത് ആൻറ്റിയുടെ കടയിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ, അതായത് ഈ ഗ്രാമത്തിൽ അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകൾ, വലിയ കടകളൊന്നുമില്ല കേട്ടോ. എല്ലാം ഇങ്ങനെ വീടിനോട്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വീടിനോട് ചേർന്ന്. വലിയ കടയൊക്കെ വേട്ടക്കാരൻ പുത്തൂരില്.
ആ ആ ഒക്കെ ഉണ്ട് അവിടെ ഉണ്ട്. ഒക്കെ മേടിക്കുന്നത്. അപ്പം അതായത് ഇങ്ങനെയുള്ള ചെറിയ കടകളാണ് ഈ ഒടയകുളം ഗ്രാമത്തിലുള്ള. അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകൾ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വേട്ടക്കാരൻ പുത്തൂരിലും ആനമലയിലൊക്കെ പോയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പം ആൻറ്റിയുടെ സോപ്പ് കൊണ്ടോ ഉപയോഗിച്ച് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. ആ അപ്പം മൊത്തം എത്ര ഇതും എല്ലാം ചേർത്ത്? അത് പൈസ കൊടുത്തു. ഇത് കൊടുത്തു. വേണ്ട. മറന്നു. ഞാൻ പഴം ഇതൊക്കെ വാങ്ങിച്ച് അതിൻ്റെ പൈസ ഞാൻ ഓൾറെഡി കൊടുത്തതാ കേട്ടോ. പല സൂപ്പറായ ടേസ്റ്റ് ഉണ്ട്. നല്ല പഴ, നല്ല ടേസ്റ്റ് ഇருக்கு. ആൻറ്റിയുടെ കൂടെ ആരൊക്കെ ഇരിക്കും എൻ്റെ വീട്ടില്? ഞാന് ഞങ്ങളുടെ ഹസ്ബൻഡ് തന്നെ. രണ്ടുപേര്. 2 മക്കള് കട്ടി കൊടുത്തു. 2 മക്കള്. അതെ അല്ലേ. അപ്പോൾ ഈ കടയുടെ പുറയിലാണ് വീട്. ഈ ഗ്രാമത്തിലെ കടകളെല്ലാം ഞാൻ പറഞ്ഞ പോലെ അങ്ങനെയാണ് കേട്ടോ. ഈ വീടും കടയും കൂടെ ചേർന്ന് എല്ലാ കട എല്ലാ കടകളും അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ കട മാത്രമായിട്ടില്ല, എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ വീടും കടയും കൂടെ അല്ലേ. അങ്ങനെ തന്നെ. തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു ബസ് വരുന്നത് കേട്ടോ. പൊള്ളാച്ചിയിൽ നിന്ന് വരുന്നതാണ്. ഇവിടെ 1 മണിക്കൂർ ഇടവിട്ട് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു മില്ല് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 60 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട് ഈ മില്ലിന്. വലിയൊരു മില്ലാണ്. ഇവിടെ നമുക്ക് ഒരുപാട് മെഷീനറീസൊക്കെ നമുക്ക് കാണാം. ഓരോ ധാന്യങ്ങളൊക്കെ പൊടിക്കാനായിട്ടുള്ള, ഇവിടെ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് നെല്ല് കുത്താനുള്ളതില്ല, ബാക്കി എല്ലാം തന്നെ ഉണ്ട്. അതുപോലെ അതെ എണ്ണയാട്ടുന്ന ചക്ക് നമുക്കിവിടെ കാണാം. പിന്നെ ഇവിടുത്തെ കുറേ ചാക്കുകളൊക്കെ കാണാം കേട്ടോ. അതൊക്കെ ഓരോ ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഈ മില്ലിൽ നമുക്ക് എന്താ പറയുക, ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ മാവാട്ടുന്ന അതൊക്കെ കേട്ടോ ഈ മില്ലിൽ. അണ്ണൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയതാണ്. അണ്ണൻ്റെ പേര് ശിവസുബ്രഹ്മണ്യൻ എന്നാണ്. 60 വർഷം അല്ലേ? 60 വർഷം ആച്ച്. 60 വർഷം ആച്ച്. അപ്പാവിടെ അപ്പ സ്റ്റാർട്ട് പണിയാ. അപ്പോൾ നമ്മൾ ഒഡ്ഡായിക്കുളത്തു നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ഉള്ളിലേക്ക് ആനമല റൂട്ടിൽ വന്നതാട്ടോ. ഇവിടെ ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഈ പൊങ്കലിൽ ആഘോഷങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയാനായിട്ട്. അങ്ങനെ അതെ ഇങ്ങനെ ചെറിയൊരു ഗ്രാമത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഗ്രാമത്തിൻ്റെ പേര് ഉപ്പച്ചിപുത്തൂർ എന്നാണ്. അപ്പം ഈ ഗ്രാമത്തിൻ്റെ നടുക്കോടെയായിട്ടൊരു കനാലൊക്കെ ഉണ്ട് കേട്ടോ. കനാലിൽ വെള്ളമൊന്നുമില്ല, ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. കണ്ടില്ലേ? ഇവിടെ കുറേ പേര് ഇരുന്ന് ക്യാരംസ് കളിക്കുന്നുണ്ടേ. അതുപോലെ തന്നെ വേറെ ഒരു സംഗതി കാണിച്ചു തരാം കേട്ടോ. ചെറുനാരങ്ങ ഉപ്പും മുളകും കൂട്ടിയിട്ട് കഴിക്കുന്നതൊക്കെ എൻ്റെ പൊന്നോ, അത് കണ്ടിട്ട് എൻ്റെ പല്ല് പിടിക്കുക കേട്ടോ. അത് എല്ലാവരും കൈക്കോട്ടെ ഉണ്ട്. ഇതൊക്കെ അയ്യോ, നമ്മൾ മാങ്ങയല്ല ഉപ്പ് കൂട്ടി കഴിക്കണം. ഇവരുടെ ചെറുനാരങ്ങ കണ്ടോ, നല്ല പച്ച നാരങ്ങ കാണിച്ച് എൻ്റെ പൊന്നെ. കഴിച്ചു ഓ, കണ്ടിട്ട് പല്ല് പിടിക്കുന്നത്. ഇതേ ഈ ഗ്രാമത്തിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണേ. സ്കൂളെന്ന് പറഞ്ഞാൽ ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ. 1-2 ക്ലാസ്സൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ, കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നത്. സ്കൂളിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത്. അതുപോലെ അതിനോട് ചേർന്നൊരു കോവിലുണ്ട്. മൊത്തം 2-3 കോവിലുണ്ട് ഈ ഗ്രാമത്തിൽ. അപ്പോൾ ആ സ്കൂളിനോട് ചേർന്നത് നമുക്കിവിടെ ഒരു റേഷൻ കട കാണാം കേട്ടോ. റേഷൻ വാങ്ങാനൊക്കെ വന്ന് നിൽക്കുന്നതൊക്കെ ആളുകൾ. അപ്പോൾ ഒടയകുളത്ത് കണ്ട അത്ര ഒരു പുരോഗതിയൊന്നും നമുക്ക് ഈ ഒരു ഗ്രാമത്തിൽ കാണാൻ സാധിക്കില്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നത്, ശരിക്കും ഒരു ഉൾഗ്രാമം എന്ന് തന്നെ നമുക്ക് പറയാം. അതിപ്പോൾ എന്താ പറയുക, വീടുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ജീവിത സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ വ്യത്യാസം തോന്നും കേട്ടോ. പിന്നെ വേറൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിൽ കുറേ വീടുകളുണ്ട്. അതിൽ ഏകദേശം 50ഓളം വീടുകളിലേക്ക് ഇതുവരെ വൈദ്യുതി ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ഗ്രാമത്തിലേക്ക് വൈദ്യുതി വരുന്നുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ വീടുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കുറേ വീടുകൾ വരുന്നൊരു കോമ്പൗണ്ടാണ് കേട്ടോ. ഈ ഗ്രാമത്തിലെ വീടുകൾ കണ്ടില്ലേ, അത് ഇങ്ങനെയാണ് വരുന്നത്. അതായത് നമ്മൾ ഒഡ്ഡായിക്കുളത്തിൽ കണ്ട പോലെയുള്ള വീടുകളൊക്കെ വളരെ ചുരുക്കമുള്ളൂ ഈ ഗ്രാമത്തിൽ. കൂടുതൽ വീടുകളും ഇങ്ങനെ പണിതേക്കുന്നതാണ്. അതായത് ഓടുമേഞ്ഞ വീടുകളും അതുപോലെ ചെറിയ വീടുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ. ഇതുണ്ടല്ലേ, അതൊക്കെ വളരെ ചെറിയ വീടാണ്. അപ്പം ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഏകദേശം ഒരു 5 വീടുകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ അപ്പുറം ധാരാളം നമുക്ക് കാണാം കേട്ടോ. പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് വീടുകൾ നമുക്ക് കാണാം. അതിൽ തന്നെ വാർക്ക വീടുകളും ഉണ്ട്. പിന്നെ ഇവിടെ നോക്കി ഈ വീടിൻ്റെ മുറ്റത്ത് കരിമ്പ് വിളവെടുക്കാൻ പാകമായിട്ട് വളർന്നു നിൽക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഈ കരിമ്പ് പൊങ്കലിന് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ. ഇവർ ഈ പൊങ്കൽ ആഘോഷങ്ങൾക്കെല്ലാം എടുക്കുന്നതാണ്. എന്താ പറയുക, ഒരു വിളവെടുപ്പിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത്. സമൃദ്ധിയുടെയും മാധുര്യത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് പൊങ്കലിൻ്റെ 1ാമത്തെ ദിവസം കാപ്പ് കെട്ടാനായിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഇതിൽ നമുക്കിത് മാവിൻ്റെ ഇല കാണാം, അതുപോലെ ആര്യവേപ്പിൻ്റെ ഇലയുണ്ട്, ആവാരമ്പൂ. നമ്മൾ മുമ്പ് കണ്ടായിരുന്നല്ലോ ബസ്സിൽ ചെയ്യുന്നത് ആവാരമ്പൂ ഉണ്ട്. എല്ലാം ഇറക്കി. അപ്പോൾ ഇവർ വൈകുന്നേരം, അതായത് ആദ്യത്തെ ദിവസം ഒരു 5 മണി കഴിയുമ്പോൾ ഇപ്പം ഇവിടെ ഉണ്ടോ ഈ വീടിൻ്റെ പരിസരം എല്ലാം വൃത്തിയാക്കി ഇട്ടേക്കുന്നതൊക്കെ ഉണ്ടോ. അതിൻ്റെ മുറ്റമൊക്കെ കണ്ടില്ലേ, ചാണകമൊക്കെ മെഴുകി ഇട്ടേക്കണം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇവർ
ഈ കാപ്പ് കെട്ടും. എല്ലാം വേണ്ട പെയിൻ്റൊക്കെ അടിച്ച് ഇതെല്ലാം പുതിയതായിട്ട് അത് ഞാൻ എപ്പോഴാണ് ശ്രദ്ധിക്കണേ, എല്ലാ വീടുകളും ഇങ്ങനെ പുതിയതായിട്ട് പെയിൻ്റ് അടിച്ച് കണ്ടോ ആ പുതുമയോട് നിർത്തിയേക്കുന്നത് കണ്ടില്ലേ. വളരെ വൃത്തിയായിട്ടാണ് ഈ പ്രദേശം എല്ലാം. நாளைக்கு வந்து மணப்பொங்கல் வைப்பாங்க, வருஷ பொங்கல். அப்புறம் நாளான்னைக்கு வந்து மாட்டு பொங்கல் வைப்பாங்க. அப்புறம் பூநோம்பி அன்னைக்கு பூ பொங்கல் வைப்பாங்க, பிள்ளைங்க இருந்தால் பூ பொங்கல் வைப்பாங்க. அப்புறம் இது புள்ளார் போட்டிருந்தா புள்ளார் எடுத்துகிட்டு போவாங்க, போய் அங்கே குளத்தில் போடுவாங்க. புள்ளார் வேப்பந்தழை, மாந்தழை, பூளைப்பூவு, ஆவராந்தழை எல்லாம் வச்சு கட்டி வீட்டுக்கு காப்பு கட்டுவோம். அன்னைக்கு சங்கராத்தி வந்து பொழுதோட வீட்டுக்கு வரும் சாமி. சங்கராத்தி 2வது அன்னைக்கு மணப்பொங்கல், 3வது அன்னைக்கு மாட்டு പൊങ്കൽ, 4வது അன்னைക്ക് പൂ പൊങ്കൽ, പൂനോമ്പി. ഈ ഒരു കാഴ്ച നോക്ക്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ എവിടെയെങ്കിലും നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും കാണാൻ സാധിക്കും. ഇത് കണ്ടില്ലേ, ഇവർക്ക് രാത്രി വെട്ടം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ചെങ്കിൽ മാത്രമാണ് പറ്റും. ഇത് കണ്ടില്ലേ, സോളാർ ലൈറ്റ് ആണേ. അതിൻ്റെ അകത്ത് നമുക്കൊരു ബൾബ് കാണാം. ഇത് ഈ വെയിലത്ത് വെച്ച് പകൽ മൊത്തം വെച്ച് ചാർജ് ആക്കിയിട്ടാണ് രാത്രി ഒരു വെട്ടം കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. മഴയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇരുട്ടത്താന്ന് പറഞ്ഞ കേട്ടോ, വെയിലില്ലെങ്കിൽ 2 മണിക്കൂറേ കിട്ടുള്ളൂ. അപ്പോൾ ഇതില്ലെങ്കിൽ ഇവർ ഈ മണ്ണെണ്ണ ഉപയോഗിച്ച് തെളിക്കുന്ന വിളക്കുകൾ അങ്ങനെയൊക്കെയാണ്. എൻ്റെ പൊന്നെ, ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വർഷം ഈ ഒരു കാലഘട്ടത്തിലും വൈദ്യുതി ഇല്ലാത്ത ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി, എത്ര വീടുകളാണ്, 10-50 വീടുകൾക്ക് ഇപ്പോഴും വൈദ്യുതി ഇല്ലാന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ചാണ് ഇവർ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റും. ആലോചിച്ച് മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മൊബൈൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അതായത് സോളാർ പവേർഡ് ആയിട്ടുള്ള ഡിവൈസ് ചാർജ് ചെയ്തിട്ട് അങ്ങനെയാണ് മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്നത്. இந்த ஏரியாவில் 45 வீடுக்கு எல்லா ப்ரூஃப் உண்டு. எல்லா ப்ரூஃப், ஆதார் கார்டு, ஓட்டர் ஐடி, ரேஷன் கார்டு எல்லாமே உண்டு. ஆனால் கரண்ட் மட்டும் இல்லை, அவ்வளோதான், வேறு இல்லை. எல்லா ப்ரூஃப் இருக்குது தம்பி. இது ப்ரூஃப் இல்லைன்னு கூட சொல்லலாம், ப்ரூஃப் இருக்குது. ஆனால் கரண்ட் மட்டும்தான் இல்லை. இதுலேயும் ஒன்றும் கரண்ட் இல்லைண்ணா, ஒரு வீட்லேயும் கரண்ட் இல்லை. அது வரைக்கும் அதான் வீடெலாம் அவ்வளோ பெரிய வீடாக இருக்குது பாருங்கள். எவ்வளோ ஏதாச்சும் வேறு சோலார் தான், சோலார் தான். இங்கே பாருங்க, சோலார். ஓகே, சோலார் எல்லாம் சோலார். அது சோலார் தானே, வேறு இது இல்லை. சோலார் தான், வீட்டுக்குள்ளேயும் சோலார் தான், கரண்ட் இல்லை, லைட்டு ஒன்றும் இல்லை, ஒன்றுமே. சோலார் அவ்வளோதான் கட்டு. அது பெண்டிங், அவ்வளோதான் முடிஞ்சு. வேறு எங்கள் மம்மி இருக்குது, என் மம்மி இருக்குது. இது கரண்ட் இல்லை. எங்கள் அம்மாண்ணா இது எங்கள் வீடுண்ணா. எல்லாமே ஸ்கூல் படிக்கல. நானே இதெல்லாம் 10th வரைக்கும் தான் போனேன். அது ரோடு கரண்ட் தான் எங்களுக்கெல்லாம். வரண்ணா இப்போ வரைக்கும் இல்லாமல் தான் நான் கரண்ட் இல்லாமல் தான் இருக்கேன். சார்ஜர் போடுறதுலேருந்து எல்லாமே வெளிதானா. நாங்கள் மட்டும் இல்லை, எல்லாமே சிரமப்பட்டுக்கிறாங்கண்ணா. இங்கே கிட்டத்தட்ட ஒரு இங்கே 5 குழந்தைங்க, 20 குழந்தைங்க, 30 குழந்தைங்க படிக்கிறான்னு வைங்களேன். 30 குழந்தைங்களுமே வெளியே தான் போகிறாங்க படிக்கிறதுக்கு. இவ்வாறு பக்கத்து வீட்டில் எங்கள் அக்கா வீடு, இவ்வாறு இங்கே குழந்தைங்க இப்போ தான் ஒரு 2 குழந்தைங்க இப்போ தான் டெலிவரி ஆகிருக்கு. கரண்ட் இல்லாமல் ரொம்ப காய்ச்சல் வந்து அந்த மாதிரிலாம் சிரமப்படுறாங்கண்ணா. ஆமாண்ணா, வேறு கரண்ட் இல்லைன்னா அந்த கொசு கடிக்கிறல்ல, கொசுனால் எவ்வளோ ப்ராப்ளம் பண்ணலாம் தெரியுங்களா. இருக்கிறவன் என்ன பண்ணுவான், ஃபேன் போடுவான், ஏசி போடுவான், எல்லாம் பண்ணுவான். இல்லாதவன் என்ன பண்ணுவான், ஒன்றும் இல்லாதவன் என்ன பண்ணுவான், சம்பாரிச்சுட்டு நம்மளை வந்து நொட்ட சொல்கிறதுக்கு தான் இங்கே ஆள் வருவாங்க. கவர்மெண்ட் போட்டு கொடுத்துட்டு பாருங்க. இது மட்டும் தான் போட முடியும். இது மட்டும் இந்த லைட்டு தான் போட முடியும். வரண்ணா, இன்னொரு லைட்டு தான் போட முடியும். அதுக்கு மேலே ஒன்றும் பண்ண முடியாது அப்படின்ட்டு போயிட்டாங்க. அது சோலார். அது இது வந்து அங்கே இருக்குது லைனு, ஆனால் இங்கே வராது வீட்டுக்கு. தரமாட்டேன்னு சொல்லிட்டாங்க அவங்க. நீங்கள் உங்களுக்கு தரவே மாட்டேன், நீங்கள் இந்த வீட்டெல்லாம் காலி பண்ண சொல்லிக்குது. நீங்கள் காலி பண்ணால் தான் உங்களுக்கு எல்லாமே வேறு பக்கம் தான் தருவேன். வேறு பக்கம் போடு, இவ்வளோ பெரிய வீடு கட்டி நாங்கள் எவ்வளோ எஸ்டிமேட் போட்டு கட்டியிருப்போம். அதனால் வேறு பக்கம் காலி பண்ணால் மட்டும்தான் அப்படின்ட்டாங்க. வேறு இந்த வீடு அக்கா வீடு தான், இங்கெல்லாம் குழந்தைக்கு படிக்க. இது 9வது 10வது நின்னாச்சு ஸ்கூல். என்ன காரணம்னா எனக்கே புரியலைங்க. இந்த வரைக்கும் கரண்ட்டே தர மாட்டேங்கிறாங்க. என்ன காரணம்னு சொல்ல மாட்டேன். ஒரே காரணம், எப்படி சொல்கிறதுனே எனக்கு தெரியல. என்ன காரணம்னே தெரில எனக்கு. அதுதான் எனக்கு. எத்தனை பேர் கூப்பிட்டு வந்தாலும் வாங்க, என்னன்னு தெரியுங்களா, 5 மணி 6 மணி டயத்தில் வாங்க. அவங்க மக்கள் பேசுகிறது பாருங்கள், சரிங்களா. அவங்க என்ன சொல்கிறாங்கன்னு பாருங்கள். இதே மாதிரி தான் கருத்து சொல்ல முடியும் அவங்களும். இது வந்து மெயின்னா, இது மெயின். அவங்க எப்படி வேணாலும் பண்ணிக்கலாம். எங்களுக்கான கொடுத்தது இது மட்டும்தான் இருக்குது. இது கொடுத்துருக்காங்கன்னா வந்து கவர்மெண்ட் கொடுத்ததாமா பேர், அவ்வளோதான். இது மட்டும்தான் உங்களுக்கு லைட்டு, இது மட்டும்தான் லைட், வீட்டுக்கு இல்லை, டிஸ்ட்ரிபியூட் பண்ணிக்கல. இது ஒன்று மட்டும்தான். இது தவிர நீங்கள் ஒன்றும் பண்ண முடியாது. போதும், இதுலேயே படிச்சுக்கோங்க.
போதும் அங்கே வந்து 4 பேர் இங்கே சேர்ந்து இங்கே படிச்சுக்கோங்க, அவ்வளோதான். வீட்டுக்கு போட முடியாது. എന്താ കൊടുക്കില്ല തന്നെ വീട്ടു നമ്പറുകൾ ஆ வார்டுனா எல்லாருக்குமே வார்டு வந்தாச்சு. 5/14 6/14 வீட்டு நம்பர் இருக்குண்ணா. எல்லாரும் கதவுலையும் വീട്ട് നമ്പർ ഇருக்கு. ഞാനത് വിചാരിച്ചു ഇവിടെ കറണ്ട് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പോസ്റ്റുകളൊന്നും ഇല്ലായിരിക്കും. ഇത് പിന്നെ നോക്കിയപ്പോഴല്ലേ കണ്ടേ. അപ്പോൾ ഈ ഗ്രാമത്തിൽ 100 വീട്ടുകാർക്ക് വേണ്ടിയിട്ട് 2 ടോയ്ലറ്റ്സ് ആണുള്ളത് കേട്ടോ. ഇത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതുപോലെ തന്നെ ഒരെണ്ണം അപ്പുറം ഉണ്ട് പുരുഷന്മാർക്ക്. അങ്ങനെ അത്രയും വീട്ടുകാർക്ക് 2 ടോയ്ലറ്റ്സ് മാത്രമേ ഉള്ളൂ. ഉണ്ട് ഈ വീടുകൾക്കൊന്നും ടോയ്ലറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ 30-40 വർഷങ്ങളായിട്ട് അവരിപ്പോഴും കറണ്ട് ഇല്ലാതെയാണ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന്, ഈ കറണ്ട് കിട്ടാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഒരു വ്യക്തമായ ഒരു കാരണം. അപ്പോൾ ഈ ഗ്രാമത്തിലെ ചില ആളുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് തെലുങ്കാണ് കേട്ടോ. അത് ശ്രദ്ധപ്പെട്ട ഒരു കാര്യമാണ്. മിക്കവാറും വർഷങ്ങൾക്ക് മുന്നേ ഇവിടേക്ക് കുടിയേറി താമസിച്ചവരായിരിക്കാം ജോലിക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അന്നും അവരങ്ങനെ വിട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ആ വീടുകൾ കറണ്ടൊക്കെ ഇല്ലാതെ ആ വീടുകളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും കിട്ടാത്തത്. എന്തായാലും അതൊക്കെ മാറിയിട്ട് അവർക്ക് വൈദ്യുതി കിട്ടട്ടെ. എന്നാൽ ആലോചിച്ച് നോക്കി, ഈ ഒരു കാലഘട്ടത്തിലും കറണ്ടൊന്നും ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ നമുക്കത് ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ എന്തായാലും ഞായറാഴ്ച ഒരു വരവോടെ വരേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഞായറാഴ്ച ഇവിടെ കാളവണ്ടി ഓട്ട മത്സരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പൊള്ളാച്ചിക്ക് ഒന്നോടെ വരേണ്ട വരുമായിരിക്കും. അപ്പോൾ എന്തായാലും തൽക്കാലം ഞങ്ങളിവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.